സങ്കീർത്തനം 92:10 പറയുന്നു. Psalm 92 and verse 10 says, അവൻ എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. He shall make my horn like the wild ox. പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. And anoint me with fresh oil. ഒരു പുതിയ എണ്ണ തേപ്പിക്കുന്ന സീസണാണ്. This is a season for fresh oil. കാരണം നമ്മുടെ ദൈവം പുതിയതിന്റെ ദൈവമാണ്. He is a God who gives you fresh anointing. ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. Here, behold, I do a new thing. അവൻ എൻ്റെ വായിൽ പുതിയ പാട്ട് തരുന്നു. He gives me a new song in my mouth. അവൻ എൻ്റെ വായിൽ പുതിയ ഭാഷ തരുന്നു. He gives you new tongues. അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നവനാണ്. He is a God who creates new heavens and new earth. പരിശുദ്ധാത്മാവിന്റെ നദി, This river of the Holy Spirit, അവരിലേക്കും അവരിൽ നിന്നും ഒഴുകട്ടെ. let it flow through them and for them. അവർ നനവുള്ള തോട്ടങ്ങളായിരിക്കട്ടെ. Let them become fruitful gardens. അവരായിരിക്കുന്ന വീട്, അവരായിരിക്കുന്ന ദേശം ഡ്രൈനെസ്സുകളില്ലാതിരിക്കട്ടെ. Lord, let them be fruitful and be far from barrenness. അവർ രാജ്യങ്ങളുടെ അപ്പുറത്ത് അവർ നിമിത്തം ഉണർവുകൾ ഉണ്ടാകട്ടെ. Let there be revivals in the places of their അവരുടെ appointment. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. Let their generations be blessed. എന്നെ പുതിയ എണ്ണ തേപ്പിക്കുന്നെന്ന് പറഞ്ഞ കർത്താവേ, Lord, anoint us with fresh oil. അവരുടെ മേൽ പുതിയ അഭിഷേക തൈലം വീഴട്ടെ. Lord, let there be fresh oil of anointing upon കാറ്റിൽ them. കടന്ന ദാവീദിനെ വിളിച്ചു വരുത്തി അവന്റെ തലയിൽ എണ്ണ ഒഴിച്ചപ്പോൾ മുതൽ അവന്റെ മേൽ ആത്മാവ് വന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് പകൽ മുതൽ ഒരു വ്യത്യസ്തരായി ഇവർ മാറട്ടെ. Lord, let there be a unique experience of the Holy Spirit coming upon them this ഓ, morning. പഴയ നിയമത്തിൽ ആരുടെ മേലൊക്കെ എണ്ണ വീണിട്ടുണ്ടോ? Whoever was anointed with oil in the Old Testament, അവരെല്ലാം അത്ഭുതമായി മാറിയിട്ടുണ്ട്. everyone became history maker. പ്രായം കുറഞ്ഞവരും Even young people, ചെറുപ്പക്കാരും young people, കർത്താവ് യൗവനക്കാരും young people, ആരൊക്കെ അതിനു വേണ്ടി കൊതിക്കുന്നു, everyone who desires for it, ഇപ്പോൾ കൈ ഉയർത്തി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. everyone who is desiring for ഓ, it, കരം ഉയർത്തിയിരിക്കുന്ന സകലരുടെ മേൽ, let the anointing fall on everyone. സകലരുടെ മേൽ Anoint them afresh. പുരട്ടണമേ, പുരട്ടണമേ, പുരട്ടണമേ. പുതിയ അധ്യായങ്ങൾ തുറക്കപ്പെടട്ടെ. Let new chapters open. പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. New doors open. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. New ways open. പുതിയ സീസണുകൾ തുറക്കപ്പെടട്ടെ. New seasons open. അവരുടെ മേലുള്ള നിന്ദകൾ ഉരുണ്ടു മാറട്ടെ. Oh, let every hindrance be removed. യോവേൽ 2:15 മുതലുള്ള വാക്യങ്ങളിൽ Joel chapter 2 verse 18. നിന്ന ഉരുണ്ടു മാറുമ്പോൾ Oh, let the shame be removed. അവൻ എണ്ണയും വീഞ്ഞും വർദ്ധിപ്പിക്കുമല്ലോ. Oh, and he will increase your bread and your wine. അവൻ എണ്ണയും വീഞ്ഞും He വർദ്ധിപ്പിക്കുമല്ലോ. will increase your oil and wine. ഇപ്പോൾ അവരുടെ മേൽ അത് ഉണ്ടായി വരട്ടെ കർത്താവ്. Let there be an increase of oil അവർ and വർദ്ധിക്കപ്പെടട്ടെ wine. കർത്താവ്. Increase in കൊച്ചു Jesus' name. കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേക തൈലം വീഴട്ടെ. Let the children be anointed with oil. കൊതിയുള്ള ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. Come on, young people, open your mouth and begin to pray. കൊതിയുള്ള കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. If you desire it, begin to pray, young people. കഴിഞ്ഞ 25 വർഷത്തെ ശുശ്രൂഷയുടെ അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറയാം. Let me speak from the experience of ഈ 25 years. അഭിഷേക തൈലം വീണാൽ നിങ്ങളുടെ സ്ഥിതി മാറും. This anointing oil can transform your circumstances. നിങ്ങളെ അത്ഭുതമാക്കി അവൻ തീർക്കും. He will make you a miracle worker. ചിലർ ഇന്നു മുതൽ അത്ഭുതങ്ങളായി മാറട്ടെ. Father, let them be miracles today. ഞാൻ ഒരു അവസരം തരിക. കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, I prophesy to young people who have നിങ്ങൾ stood up. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതമായി മാറാൻ You പോകും. shall be a trend maker നിങ്ങളുടെ in your family. സഹോദരങ്ങളുടെ നടുവിൽ അത്ഭുതമാകാൻ പോകുന്നു. You shall be a blessing among your brethren. ഇതിനകത്ത് എത്ര സഹോദരിമാർ പറയും എനിക്കത് വേണം? Come on, how many sisters say I desire it? നിന്റെ പ്രാർത്ഥനയുടെ ലെവൽ മാറാൻ പോകുന്നു. Oh, let there be a dimensional change നിന്റെ in your prayer. സ്പിരിച്വൽ അനുഭവങ്ങൾ മാറാൻ പോകുന്നു. Oh, let you experience new experiences. ഇതിനകത്ത് എത്ര സഹോദരന്മാർ പറയും എനിക്കത് വേണം Come പാസ്റ്റർ? on, how many of your brothers say I need it? നിങ്ങളുടെ മേൽ അത് പകരപ്പെടാൻ പോകുകയാണ്. Let it manifest on you. പഴയ നിയമത്തിൽ ചെറിയ എണ്ണ കാതേലും കയ്യേലും കാലേലും പുരട്ടുമ്പോൾ അവർ വ്യത്യസ്തരായി മാറുമെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു തുള്ളി എണ്ണയല്ല, നിന്നെ ആമേൻ പരിശുദ്ധാത്മാവ് ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ He's going to അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. He's going to fill you with His Holy Spirit. ഓ, രണ്ട് കരവും ഉയർത്തി Hallelujah. Lift both your hands. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ I pray for those who are watching us online. ആ അനുഭവത്തെ അങ്ങ് പകരണമേ. We pray for a fresh anointing to come upon them. അനുഭവത്തെ അങ്ങ് പകരണമേ. In the name of Jesus. ആ കുടുംബങ്ങളിൽ അതുണ്ടാകട്ടെ. Let that happen in their families. വ്യക്തികളിൽ അതുണ്ടാകട്ടെ. Let it happen in those ഞങ്ങൾ individuals. പ്രാർത്ഥിക്കുകയാണ്. I pray that in അത് Jesus. തുറക്കപ്പെടട്ടെ കർത്താവ്. Open those doors. തുറക്കപ്പെടട്ടെ കർത്താവ്. Open doors. തുറക്കപ്പെട്ട സ്വർഗം
I see open heavens. തുറക്കപ്പെട്ട സ്വർഗം. Open heaven. അതിന്റെ കീഴെ നിങ്ങളുടെ മീതെ തുറക്കപ്പെട്ട സ്വർഗം, അതിന്റെ കീഴെ നിങ്ങൾ സഞ്ചരിക്കുന്ന I ദിവസങ്ങൾ. see you walking under open heavens. നിന്നെ തള്ളിക്കളഞ്ഞവിടെ നടുവിൽ നീ ഒരു അത്ഭുതമായി മാറാൻ You പോകുന്നു. shall become a miracle among those who